സംഭവിച്ച കാര്യമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ ഇതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ വീഴ്ച എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ എംഒ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ്. പക്ഷേ ഇത് എനിക്ക് വളരെ കൃത്യമായി ഇതിൽ സംശയം തോന്നാൻ കാര്യം, ഇതിൻ്റെ ട്രയൽ നടക്കുന്ന ദിവസം ശ്രീ ആൻ്റണി രാജു, ഞാൻ ട്രയൽ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഒരു വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് കോടതി വരാന്തയിൽ വെച്ച് തന്നെയാണ് പറഞ്ഞു, ഈ കേസിൽ ഞങ്ങളൊരു ബോംബ് വെച്ചിട്ടുണ്ട്, അത് ഈ കേസ് കഴിയുന്നതോടെ പൊട്ടും, അതോടെ നിങ്ങളുടെ കേസ് എന്നും പറഞ്ഞു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിവരം ഞാൻ അന്ന് തന്നെ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തോട് അറിയിച്ചു. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഇത് പറഞ്ഞു, ഇത് വളരെ നല്ല കേസാണ്, പക്ഷെ നല്ല തെളിവുണ്ട്, അവർ കുഞ്ഞിരാമമേനോൻ സാറിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവന്നതിൽ നിന്ന് തന്നെ ഇത് അവർ വളരെ ഭയന്നിരിക്കുകയാണ്, അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇതിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോടതിയിൽ ഇതിൻ്റെ ട്രയൽ നടക്കുമ്പോൾ ശ്രീ കുഞ്ഞിരാമമേനോൻ അവറുകൾ എന്നോട് ചോദിച്ചു, ഈ അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തു പറയും? ഞാൻ പറഞ്ഞു, ഈ കോടതി ഇപ്പോൾ തന്നെ ഇതിവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷേ എന്തോ കാരണത്താൽ കോടതി ഇത് ടെസ്റ്റ് ചെയ്തില്ല, അതിവിടെ നിന്ന് പോയി. ആ പ്രതിഭാഗമാണെങ്കിൽ അതിവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഒട്ടും തന്നെ അവർ അതിനെ പ്രസ് ചെയ്യുകയും ചെയ്തില്ല. ഇങ്ങനെയാണ് ഇത് പോയത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. അത് കോടതിയിലെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വക്കീലന്മാരും ഈ പറഞ്ഞ ആൻ്റണി രാജുവിനെയും ഒക്കെ ബന്ധപ്പെടുത്തി സംശയങ്ങൾ എനിക്ക് തോന്നി. അത് പ്രകാരം ഞാൻ അക്കാലത്ത് തന്നെ ഒട്ടും താമസമില്ലാതെ ഞാൻ സുപ്രീം കോടതിയിലൊക്കെ പോയ അതോടൊപ്പം തന്നെ ഞാൻ ഹൈക്കോടതി വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നു. ആ ഹൈക്കോടതി വിജിലൻസിലെ പരാതിയാണ് പിന്നീട് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച് ഇത് കോടതിയിൽ നടന്ന ഒരു പ്രാഥമികമായ പരിശോധനയാണ് അവർ നടത്തിയത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇത് കോടതിയിൽ നിന്ന് തന്നെയാണ് ഈ തിരിമറി ഉണ്ടായിട്ടുള്ളത്. കാര്യം ഇത് പോലീസിൻ്റെ കയ്യിൽ 24 മണിക്കൂർ പോലും ഈ മെറ്റീരിയൽ